ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ ആഴ്ച മമ്മൂട്ടിയുടെ ഈ വർഷത്തിലെ രണ്ടാമത്തെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. ബസൂക്ക എന്ന സിനിമയാണത്. ഡീനോ ഡെന്നീസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനെത്തുന്ന ഗെയിം ത്രില്ലർ ആക്ഷൻ സ്റ്റൈലിഷ് വിഭാഗത്തിൽപ്പെടുന്ന ബസൂക്ക എന്ന സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ഇന്ന് ഉച്ചയോടെ കേരളത്തിൽ ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ പ്രീസെയിൽ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. ബുക്കിംഗിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ ആദ്യ പ്രീസെയിൽ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെ പുറത്തു വന്നപ്പോൾ 10 ലക്ഷം കടന്നിരിക്കുകയാണ് ബസൂക്കയുടെ കേരള പ്രീസെയിൽ ഗ്രോസ്. അവസാന മണിക്കൂർ ടിക്കറ്റ് വിൽപ്പനയിൽ ഒരു സമയത്ത് 1000-ൽ പരം ടിക്കറ്റുകൾ കാണിച്ചെങ്കിലും നിലവിൽ അവസാന മണിക്കൂറിലെ 0 ടിക്കറ്റുകൾ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒന്നും തന്നെ കാണിക്കാത്ത ബസൂക്കയാണ് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ 90,000-ന് മുകളിൽ ഇൻട്രസ്റ്റ് കടന്ന് 1 ലക്ഷം ഇൻട്രസ്റ്റിലേക്ക് എത്തപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ് ബസൂക്ക. അപ്പോൾ അതിനൊത്ത ഒരു വേറെ ലെവൽ പ്രൈസിൽ കളക്ഷൻ എല്ലാം തന്നെ സിനിമ നേടിയെടുക്കേണ്ടതാണ്. ഒരു പക്ഷേ ഇന്ന് ഇട ദിവസമായതുകൊണ്ടാകാം മമ്മൂട്ടി ചിത്രത്തിന് ബുക്കിംഗ് തരംഗത്തിലേക്ക് എത്തപ്പെടാനാവാതെ പോയത് എന്ന് പ്രതീക്ഷിക്കാം. അടുത്ത ദിവസങ്ങളിലെ പ്രൈസെയിൽ റിപ്പോർട്ടുകൾക്ക് ബുക്കിംഗ് അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോളിവുഡിലെ ഏറ്റവും പുതിയ ഇൻഡസ്ട്രിയുടെ വിജയം നേടിയെടുത്ത സിനിമയാണല്ലോ എമ്പുരാൻ. സിനിമ ആ ചിത്രത്തിന്റെ രണ്ടാമത്തെ തിങ്കളാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ആദ്യ ദിവസം വലിയ പ്രതീക്ഷകളോടെ എത്തിയവരെല്ലാം തന്നെ നിരാശപ്പെടുത്തിയ സിനിമയായിരുന്നിട്ട് പോലും എമ്പുരാൻ എന്ന സിനിമ 250 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പിന്നിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. എമ്പുരാൻ എന്ന സിനിമയുടെ ഇന്നത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് പോലും നോക്കുകയാണെങ്കിൽ എല്ലാ മണിക്കൂറിലും 1000-ന് മുകളിലെ ടിക്കറ്റുകൾ, ചില മണിക്കൂറിൽ 2000-ന് മുകളിലെ ടിക്കറ്റുകൾ എല്ലാം തന്നെ എമ്പുരാൻ നേരിടുത്ത് മുന്നേറുകയാണ്. ഇന്നും 1 കോടി സിനിമയ്ക്ക് കേരളത്തിൽ ഗ്രോസ് ഉണ്ടാകുമെന്നൊരു സൂചനയാണ് ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്ന ട്രാക്കിംഗ് കളക്ഷൻ ട്രെൻഡ് നൽകുന്ന സൂചന. അപ്പോൾ ആകെ മൊത്തത്തിൽ എമ്പുരാന്റെ തരംഗം തീർന്നിട്ടില്ല. കാത്തിരിക്കൂ എമ്പുരാന്റെ അടുത്ത ആവേശകരമായ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.